കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു തരംഗം UDF-ന് അനുകൂലമായി തെരഞ്ഞെടുപ്പ് ഉണ്ടാവും എന്നുള്ളതാണ്. അതിന്റെ വർദ്ധിച്ച വോട്ടിന്റെ 10% പോലും BJPക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഫാക്ടറേ അല്ല. ഒരു 64 വോട്ടിനാണ് കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഒരു വാശി ഞങ്ങളുടെ പ്രവർത്തകർക്കുണ്ട്. ത്രികോണ മത്സരം ഇല്ല, ഞാൻ തുറന്ന് നിങ്ങളോട് പറയാം. ഒരു ഘട്ടത്തിലും ത്രികോണ മത്സരം കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലില്ല. പിന്നെ പണത്തിന്റെ ധാരാളിത്തമുണ്ട്. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാം വോട്ട് പിടിക്കാനുള്ള തത്രപ്പാടിലാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കോഴിക്കോട് നോർത്തിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജയന്താണ്. ചേട്ടാ, അതിന് വിജയാശംസകൾ. താങ്ക് യു. കോഴിക്കോട് നഗരത്തെ സംബന്ധിച്ചിടത്തോളം ചേട്ടന് യാതൊരു മുഖവരിയുടെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ദിവസം ഒരു മാസത്തോളം നീണ്ടുനിന്ന പ്രചരണത്തിനൊടുവിൽ ഇപ്പോഴും എങ്ങനെയാണ് വിജയ പ്രതീക്ഷ? ഞാൻ 100% വിജയിക്കും. അതൊരു വെറും വിജയമായിരിക്കില്ല, ഒരു വലിയ വിജയം ഉണ്ടാവുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഏതാണ്ട് 75,000-ലധികം ആളെ ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ആവറേജ് 1200 വീട്, അത് മുഴുവൻ വീട് കയറുക എന്നുള്ളത് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചോളം ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാധ്യമല്ല. എങ്കിലും പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഒരു അളവ് വരെ വിജയിച്ചിട്ടുണ്ട്. എനിക്ക് ഈ മണ്ഡലത്തിൽ നിന്ന് മനസ്സിലായത് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു തരംഗം UDF-ന് അനുകൂലമായി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ കോഴിക്കോട് നോർത്തിനെ സംബന്ധിച്ചിടത്തോളം ആ തരംഗത്തിനപ്പുറത്ത് ഈ മണ്ഡലത്തിൽ വികസന രംഗത്ത് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി തെരഞ്ഞെടുക്കപ്പെട്ട ഇടതുമുന്നണിയുടെ ജനപ്രതിനിധികൾക്ക്, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു ചെറിയ കാര്യം പോലും ജനങ്ങൾക്ക് ബോധ്യമാവുന്ന രീതിയിൽ ചെയ്യുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ വിസിബിളാണ്. 3ാമത്തെ ഘടകം, ഞാൻ ഈ നഗരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ജനിച്ചു വളർന്ന നഗരം. ഞാൻ KSU ജില്ലാ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, DC സെക്രട്ടറി, 10-15 വർഷക്കാലം KPC ഭാരവാഹി. അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഞാൻ സ്കൂളും നഴ്സറിയും കോളേജും 12 കൊല്ലം ഞാൻ ഒരു നഗരത്തിലെ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉള്ള വലിയൊരു സൗഹൃദ വലയുണ്ട്. ഇവരൊക്കെ രാഷ്ട്രീയത്തിനപ്പുറത്ത് പരസ്യമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം, ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ശശി തരൂരിൻ്റെ വലിയൊരു പ്രോഗ്രാം നടത്തിയത് ആക്ച്വലി UDF-കാരായിരുന്നില്ല, മറിച്ച് എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അവരൊന്നും കോൺഗ്രസ് ആയിരുന്നില്ല. അപ്പോൾ അത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു പിന്തുണ എനിക്ക് വ്യക്തിപരമായി ലഭിക്കുന്നുണ്ട്. 2, കേരളത്തിൽ പൊതുവെയുള്ള UDF-ന് അനുകൂലമായ തരംഗം. 3, അത് കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാത്ത നിഷ്ക്രിയമായ ഒരു 20 വർഷക്കാലം അവരുടെ മുന്നിലൂടെ പോയി എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. അപ്പോൾ ഇതെല്ലാ ഘടകങ്ങളും കൂടി ചേരുമ്പോൾ ഞാൻ അത്ര താല്പര്യത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഞാൻ എല്ലായിടത്തും മനസ്സിലായ ഒരു കാര്യം, UDF-ഉം LDF-ഉം തമ്മിലല്ല മത്സരം. അതിനോടൊപ്പം UDF-നെ നയിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അത്ര വൈകാരികമായിട്ടാണ് ജനം നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്, തൊട്ടു മുമ്പ് നടന്നത് കോർപ്പറേഷൻ, അത് മുമ്പ് നടന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ നോർത്ത് മണ്ഡലത്തിൽ മാത്രം 15,000-ഓളം വോട്ടിന്റെ വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ നഷ്ടപ്പെട്ടത് 18,000-ലധികം വോട്ടാണ്. അത് മുഴുവൻ ലഭിച്ചത് UDF-നാണ്. 7,000-ഓളം വോട്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ വർദ്ധിച്ചിട്ടും BJPക്ക് ആകെ വർദ്ധിപ്പിക്കുവാനായത് വെറും 642 വോട്ടാണ്. 7,000-ലധികം. അതിന്റെ വർദ്ധിച്ച വോട്ടിന്റെ 10% പോലും BJPക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഒരു ഫാക്ടറേ അല്ല. പിന്നെ സീറ്റുകൾക്കകത്ത് BJPക്ക് ഒരു ചെറിയ മെച്ചം അത് പക്ഷേ നോർത്തിൽ ഉണ്ടായിട്ടില്ല. നോർത്തിൽ BJPയുടെ 2 സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ടു, ഈസ്റ്റിലും അത്താണിക്കലും. കോർപ്പറേഷനിൽ BJPക്ക് ഒരു വർധനവുണ്ടായതിൻ്റെ ഒരു കാരണം മൈക്രോ സീറ്റുകൾ BJPക്ക് ജയിക്കുവാൻ വേണ്ടി CPM ചെയ്തു കൊടുത്ത ആ 2,000-3,000 വോട്ടിന്റെ വാർഡുകൾ വെട്ടി കൊടുത്തതിലപ്പുറത്ത് വോട്ട് ഷെയർ ആണല്ലോ. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ ആണല്ലോ. അത് വലിയ നമ്പർ വോട്ട് ഷെയർ വർദ്ധിച്ചത് UDF-നാണ്. മാത്രമല്ല, UDF-ന് 30 പൂർണ്ണമായ വാർഡ്, 3 ഭാഗികമായ വാർഡാണ്. അതിൽ 11 വാർഡ് നമ്മൾ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 4 വാർഡ് നമുക്ക് നഷ്ടപ്പെട്ടു. വളരെ 16 വോട്ട്, അങ്ങനെ ചെറിയ വോട്ടിനാണ്. അതുകൂടി ലഭിച്ചിരുന്നെങ്കിൽ ഏതാണ്ട് BJPയും CPM-ഉം കൂടി ചേർന്നാലുള്ള അത്ര വാർഡ് UDF-ന് ലഭിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും 2 തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ, മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒക്കെ വലിയ മുന്നേറ്റമാണ്. പിന്നെ UDF നേരത്തെ പ്രവർത്തകരൊക്കെ നേരത്തെ തയ്യാറെടുത്തിട്ടുണ്ട്. സാധാരണ UDF-ന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കുറേയൊക്കെ നമുക്ക് തർക്കങ്ങൾ, പരാതികൾ, ഇതൊന്നുമില്ല. നിങ്ങൾ കണ്ടില്ലേ, Day 1 ഇലക്ഷൻ അനൗൺസ് ചെയ്ത നിമിഷം മുതൽ നമ്മൾ ആളുകൾ ഓട്ടമാണ്. എല്ലാ അർത്ഥത്തിലും ഞാൻ ആ വേഗതയോടൊപ്പം ഓടാൻ ഞാനും ഓടിയിട്ടാണ് വീട് കയറിയിട്ടുള്ളത്. എല്ലാ സ്ഥലങ്ങളിലും ഓടിയാ വീട് കയറിയത്. കാരണം അവരുടെ വേഗതയോടൊപ്പം സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് ചെയ്യുന്നത് വലിയ ഭൂരിപക്ഷത്തിനോട് ജയിക്കും ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മൾ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ കഴിഞ്ഞ തൊട്ടു മുൻപ് നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതല ജയന്തേട്ടനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷന്റെ ചുമതല ഉണ്ടായിരുന്നു. നിലമ്പൂരിൽ വലിയ
വലിയ വിജയം ഉണ്ടായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തലനാരിഴയ്ക്ക് കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുന്നുള്ള രീതിയിലേക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. അപ്പൊ ആ രണ്ട് തെരഞ്ഞെടുപ്പുകളിലെ പ്രവർത്തനത്തിന്റെ പരിചയം ഇപ്പൊ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ഗുണം ചെയ്തു. ഞാൻ ഈ കഴിഞ്ഞ 5 വർഷത്തിന്റെ ഇടയിൽ നിലമ്പൂര് മാത്രമല്ല, തൃക്കാക്കര എനിക്കായിരുന്നു ചുമതല, പുതുപ്പള്ളി എനിക്ക് ചുമതല ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിനിടയിലുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും എനിക്ക് പ്രത്യേകമായ പാർട്ടി ചുമതല ഉണ്ടായിരുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എനിക്ക് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൻ്റെതായിരുന്നു ചുമതല. ഈ കഴിഞ്ഞത് നമ്മുടെ കോർപ്പറേഷൻ ചുമതല. അപ്പൊ ഈ എല്ലാ ചുമതലകളും വളരെ കൃത്യമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു ഗുണം വിജയിക്ക് മാത്രമല്ല, നമ്മൾ 2 ഇരട്ടി 4 ഇരട്ടിയൊക്കെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കണ്ണൂർ സർവേകളൊക്കെ എഴുതി കെ സുധാകരൻ തോറ്റുപോകുന്ന എഴുതിയിരുന്നു, ഓർക്കുന്നില്ലേ? 1,16,000. തൃക്കാക്കര നമ്മൾ 12,000 എന്നുള്ളത് 25,000 ആക്കി വർദ്ധിപ്പിച്ചു. പുതുപ്പള്ളി 9,000 ഉള്ളത് 39,000 വർദ്ധിപ്പിച്ചു. പാലക്കാട് 3,000 ഉള്ളത് 19,000 വർദ്ധിപ്പിച്ചു. പിന്നെ ഏറ്റവും ഒടുവിൽ നിലമ്പൂര് അൻവർ 20,000 വോട്ട് പിടിച്ചിട്ട് നമ്മൾ 12,000 വോട്ടിന് സീറ്റ് തിരിച്ചു പിടിക്കുകയുണ്ടായി. കോഴിക്കോട് കോർപ്പറേഷൻ CPM അശാസ്ത്രീയമായ വാർഡ് വിഭജനം, അശാസ്ത്രീയല്ല, വളരെ ബോധപൂർവ്വം UDF വളരെ വലിയ വാർഡുകൾ, 15,000 വോട്ടർമാരുള്ള 13,000 വോട്ടർമാരുള്ള വാർഡുകളും CPM-നും BJP-ക്കും 3,000 4,000 വോട്ടുള്ള വാർഡുകളൊക്കെ സൃഷ്ടിച്ചതുകൊണ്ടല്ലായിരുന്നു കോർപ്പറേഷൻ നമ്മൾ ജയിച്ചത്. വളരെ ചെറിയ ഒരു 16 വോട്ടിന്, ഒരു 9 വോട്ടിന്, ഒരു 17 വോട്ടിന്, ഒരു 22 വോട്ടിന്, ഈ 64 വോട്ടിനാണ് കോർപ്പറേഷൻ നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വാശി ഞങ്ങളുടെ പ്രവർത്തകർക്കുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് വളരെ ബോധ്യമുണ്ട്. ഒന്ന് ജീവിതത്തിൽ ഒരുപാട് തെരഞ്ഞെടുപ്പുകളുടെ അനുഭവമുണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് പ്രവർത്തകർ തങ്ങി ഏറ്റെടുത്തിരിക്കുക തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്ക് മണ്ഡലത്തിൽ എവിടെ ചെന്നാൽ നിങ്ങൾക്ക് ആ ഒരു വൈകാരികമായ ഒരു പ്രവർത്തകരുടെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജനവും അതുപോലെ തന്നെ ഏറ്റെടുത്തിട്ടുണ്ട്. BJP സംബന്ധിച്ചിടത്തോളം BJP ഒരു A ക്ലാസ് മണ്ഡലമായിട്ട് പരിഗണിക്കുന്ന മണ്ഡലമാണ് കോഴിക്കോട് നോർത്ത്. കാരണം അവർ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട്. അവർ വലിയ പ്രതീക്ഷ വെച്ച് കൊള്ളുന്നുണ്ട്. BJP-യുടെ സാധ്യതകൾ എങ്ങനെയാണ്? BJP-ക്ക് ഇവിടെ ഒരു ചലനം ഉണ്ടാകാൻ കഴിയുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. BJP-ക്ക് കഴിഞ്ഞ കുറെ കാലമായി കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വോട്ട് ഷെയർ ഉണ്ട്. അതിൽ ഒരു വർധനവൊന്നും ഉണ്ടാവുന്ന ഞാൻ കരുതുന്നില്ല. കാരണം അതിങ്ങനെ പ്രചരണ കോലാഹലങ്ങളുണ്ട് ധാരാളം. അത് ത്രികോണ മത്സരം ഇല്ല, ഞാൻ തുറന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഒരു ഘട്ടത്തിലും ത്രികോണ മത്സരം കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലില്ല. പിന്നെ പണത്തിന്റെ ധാരാളിത്തമുണ്ട്. പോസ്റ്റർ വെക്കുന്നതും ബോർഡ് വെക്കുന്നതിലൊക്കെ ത്രികോണ മത്സരമുണ്ട്. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ, വോട്ടർമാരുടെ ഇടയിൽ ത്രികോണ മത്സരമില്ല. LDF UDF തമ്മിൽ. മാത്രമല്ല LDF മാറണമെന്ന് ആഗ്രഹിക്കുന്ന ജനത്തിന് കൃത്യമായി അറിയാം UDF ആണ് അധികാരത്തിൽ വരേണ്ടത്. അപ്പൊ ആ രീതിയിലുള്ള വലിയ പിന്തുണ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാർജിൻ ജയിക്കാൻ കഴിഞ്ഞ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു വലിയ തരംഗം ഉണ്ടാകും കേരളത്തിൽ. ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തരംഗത്തിൽ ഒന്നാണ് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. 2001 അസംബ്ലി തെരഞ്ഞെടുപ്പാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ തരംഗം ഉണ്ടായത്. അതിനെ മറികടക്കുന്ന ഒരു തരംഗം ഉണ്ടാവും. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം 977 തെരഞ്ഞെടുപ്പാണ്, 111 സീറ്റ് ജയിച്ചത്. ഞാൻ ഇൻ ബിറ്റ്വീൻ അതും ഈ 2001-ന്റെയും 977 ഞാൻ ഒരു 6 മാസമായി ഞാൻ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ ഇതുപോലെ ചോദിച്ചവരോടൊക്കെ പറഞ്ഞു, ജനം വളരെ കൃത്യമായി അവർക്കറിയാം ഒരു അബദ്ധം പറ്റിപ്പോയത് തിരുത്താനുള്ള ശ്രമത്തിലാണ് ജനം. ഇവിടെ മത്സരം LDF-ഉം ജനങ്ങളും തമ്മിലാണ്. തീർച്ചയായിട്ടും ആ ജനങ്ങളുടെ പ്രതിനിധിയായി ഞാൻ നിൽക്കുന്നുണ്ട്. ആ ജനങ്ങളുടെ പ്രതിനിധി ആയി നിൽക്കുന്ന എനിക്ക് ജനത്തിന്റെ വർദ്ധിച്ച പിന്തുണ ലഭിക്കുന്നുണ്ട്.